ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ദോശയായ നീർദോശ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അതുപോലെ തന്നെ ഒരു കടലക്കറിയും തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കടലക്കറിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടല കഴുകി വാരി എടുത്തിട്ടുണ്ട്. തലേന്ന് തന്നെ കുതിർത്ത് വെച്ചതാണ്. അപ്പം അതിലേക്ക് ഞാനൊരു 4 തക്കാളി കട്ട് ചെയ്തത് തൊട്ട്, ഒരു സവോള കട്ട് ചെയ്തത് തൊട്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട്, അല്പം കറിവേപ്പ് ഇട്ട്, പിന്നീട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മളിതിനെ ഒരു 5-6 വിസിലടിച്ച് മാറ്റി വെക്കാം. പിന്നീട് നമ്മൾ ദോശക്കുള്ള അരപ്പിനുള്ള അരി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതും തലേന്ന് തന്നെ കുതിർത്ത് വെച്ചതാണ്. അപ്പം അത് കഴുകി വാരി എടുത്തു. അതിലേക്ക് തന്നെ കുറച്ച് സവോള കട്ട് ചെയ്ത് വിട്ട്, ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും അല്പം കറിവേപ്പും, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയതാണ്. അപ്പം അത് നമുക്ക് അരച്ചെടുക്കാൻ കൊണ്ടുപോകാം. അപ്പോഴത്തേനും നമ്മുടെ കടല ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ഒരു 2 തവ കോരി മാറ്റി തണിയാൻ വെക്കാം. അതൊന്ന് അരച്ചിട്ട് നമ്മളെ കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം അങ്ങനെ അതും എല്ലാം അരച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നീട് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഈ അരച്ചത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മുടെ തേങ്ങാപ്പാലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മളെ കടലക്കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് തേങ്ങ വറക്കോ ഒന്നും വേണ്ട കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ കടലക്കറിയാണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പം നമ്മുടെ കടലക്കറിയൊക്കെ ഇവിടെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ ഇതിൻ്റെ താളിപ്പിനും കൂടി ഉള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായിയിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുവിട്ട് പൊട്ടിച്ച് ഒരു ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വിട്ട്, തേങ്ങാക്കൊത്ത് ഇട്ട്, 2 വറ്റൽമുളകൊക്കെ ഇട്ട് അതിനെ ഒന്ന് നന്നായിട്ട് താളിച്ചൊഴിച്ചു. അപ്പോൾ നമ്മുടെ നല്ല കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ദോശക്കുള്ള അരിയൊക്കെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇതാണ്. കുറച്ച് നേർത്ത ആക്കിയെടുക്കണം. അതിനെ കുറച്ചുകൂടി വെള്ളം ചേർത്ത് നന്നായിട്ട് നേർപ്പിക്കണം. അതായത് ഇഡ്ഡലി മാവിൻ്റെ കൂട്ടല്ല, ഇതേ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവരാൻ വേണ്ടി. ദോശക്കല്ലിലേക്ക് നമ്മൾ എണ്ണ തടവി ഇങ്ങനെ കുടഞ്ഞൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഭാഗത്തേക്കും നല്ല കുടഞ്ഞ് എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ദോശ ഇവിടെ റെഡി ആവുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഹോൾസ് ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ട് കണ്ടോ. അപ്പം ഇത് പിടിച്ച് ഇപ്പുറത്തുനിന്ന് അപ്പുറത്തോട്ട് നോക്കിയാൽ എല്ലാം കാണാൻ കേട്ടോ. ഉണ്ടോ, ഇതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ദോശ. ഇത്ര കഴിച്ചാലും മതി വരില്ല. അതിനിടെ മോനൊരു അനാറും കൊണ്ട് വന്നു. ഇത് പഴുത്താലും അതിൻ്റെ തൊലി പച്ചയായിട്ടാണ് കാണും കേട്ടോ. അങ്ങനത്തെ അനാറാണ്. അപ്പോൾ അവൻ എന്നെയും കൂടി ഇതിൽ കാണിക്കണം എന്നും പറഞ്ഞിട്ട് അത് ഇട്ടുകൊണ്ട് കൂടിയിരുന്നു. അപ്പോൾ നമ്മുടെ ദോശയും കറി ഇവിടെ റെഡിയായി. ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് നാളെ വരാം.